Dear students, ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് 1 മോർ ദാൻ ട്വൈസ് ദ ന്യൂമറേറ്റർ if the sum of the fraction and its reciprocal is 216/21 find the fraction. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ, അതായത് ഇക്വേഷൻ ഫോം ചെയ്യാൻ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ലീനിയർ ഇക്വേഷനിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് 1 മോർ ദാൻ ട്വൈസ് ദ ന്യൂമറേറ്റർ. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും വരില്ല, എക്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ 1 മോർ ദാൻ ട്വൈസ് ദ ന്യൂമറേറ്റർ എന്നാണ് പറയുന്നത്. ലെറ്റ് ദ ന്യൂമറേറ്റർ ബി, നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ ന്യൂമറേറ്റർ ബി എക്സ്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അവിടെ ഈക്വൽ ടു 1 മോർ ദാൻ ട്വൈസ് ദ ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിന്റെ ട്വൈസിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2x+1 ആണ്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/2x+1. എപ്പോഴും അത് മനസ്സിലാക്കുക. കണ്ടീഷൻ നോക്കുക. രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാവും. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ന്യൂമറേറ്റർ എക്സ് ആയിട്ട് എടുത്തു. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 മോർ ദാൻ ട്വൈസ് ദ ന്യൂമറേറ്റർ ആണ്. ട്വൈസ് ദ ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ 2x+1. നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/2x+1 ആണ്. അടുത്തത് ഇഫ് ദ സം ഓഫ് ദ ഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. അതായത് ഇത് ഫ്രാക്ഷൻ, ഇതിന്റെ റെസിപ്രോക്കൽ എങ്ങനെയായിരിക്കും? റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചെഴുതുക. അതായത് 2x+1 / x. ഇതാണ് നമ്മുടെ റെസിപ്രോക്കൽ. ഇതിന് രണ്ടിന്റെയും സം എന്ന് പറയുന്നത് 216/21 ആണ്. അതായത് x/2x+1 പ്ലസ് 2x+1 / x ഈക്വൽ ടു 216/21. അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇഫ് ദ സം ഓഫ് ദ ഫ്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 216/21. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. എക്സ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫ്രാക്ഷൻ എന്താണെന്നുള്ളത് കാണാനാണ് വേണ്ടത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം LCM x × 2x+1 പിന്നെ ക്രോസ് ചെയ്യുക. x × x എന്ന് പറയുന്നത് x² പ്ലസ് 2x+1 ഹോൾ സ്ക്വയർ. അതായത് ഇത് രണ്ടുമാണ് നമ്മുടെ LCM. ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x × x x², ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2x+1 × 2x+1 എന്ന് പറഞ്ഞാൽ 2x+1 ഹോൾ സ്ക്വയർ. ഇത് 2 × 21 എത്രയാണ്? 42. 42 + 16 58. പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. 58/21. ഇനി ഇതും നമ്മൾ അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടേക്കും ക്രോസ് ചെയ്യണം. ഇതിൽ 21 × x² പ്ലസ് ഇതിന് a+b ഹോൾ സ്ക്വയർ. അപ്പോൾ 4x² പ്ലസ് 4x+1. ഇവിടെ 58 × 2x² പ്ലസ് x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 2x² പ്ലസ് x. 58 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തു നമ്മൾ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാം. ഷോർട്ട് ആക്കുമ്പോൾ ഇവിടെ ഇത് 5x² ആണുള്ളത്. 5x², 21 × 5 ഇല്ലെങ്കിൽ നിങ്ങൾ 21 × 5x² പ്ലസ് 4x+1 തെറ്റിപ്പോവില്ല. 4x² പ്ലസ് x², 5x² പ്ലസ് 4x+1 ഈക്വൽ ടു ഇവിടെ 58 × 2 എത്രയാണ്? 116x² പ്ലസ് 58x എന്ന് കിട്ടും. ഇനി ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 105x² പ്ലസ് 84x പ്ലസ് 21 ഈക്വൽ ടു 116x² പ്ലസ് 58x. നമുക്ക് ഇനി എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ
116x² പ്ലസ് 58x ഇതിനെയൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് 105x² മൈനസ് 84x മൈനസ് 21 ഈക്വൽ ടു 0. ഇതിനെ ഷോർട്ടാക്കിയാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 116ഉം 105ഉം 11x². ഇവിടെ 84ഉം 58ഉം ആണുള്ളത്. 84 58 അപ്പോൾ 6 7 ആകുമ്പോൾ 26x മൈനസ് 21 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. അതിനുവേണ്ടി ഒന്നുമില്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് അറിയുന്നില്ല എങ്കിൽ ക്വാഡ്രാറ്റിക് അതായത് ഇക്വേഷൻ വെച്ച് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. ഇപ്പോൾ b² മൈനസ് 4ac നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. b² മൈനസ് 4ac എന്ന് പറയുന്നത് മൈനസ് 26² മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 21. അപ്പോൾ 26 ഇൻറ്റു 26 15 12 1 676 ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി 44 ഇൻറ്റു 21. അപ്പോൾ 4 4 8 8 9 24. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 676 പ്ലസ് 924 1600 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. 1600 എന്ന് പറയുമ്പോൾ 40 ആയിരിക്കും. b² മൈനസ് 4ac എന്ന് പറയുന്നത് 40. അപ്പോൾ x is equal to എങ്ങനെ കിട്ടും? x is equal to മൈനസ് ഓഫ് മൈനസ് 20 അതായത് 26 മൈനസ് ബി ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് √1600 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 11. അപ്പോൾ 26 പ്ലസ് ഓർ മൈനസ് 40 ഡിവൈഡ് ബൈ 22. ഇത് നമുക്ക് രണ്ട് വാല്യൂ കിട്ടും. അതിൽ നിന്ന് പോസിറ്റീവ് സൈനുള്ള വാല്യൂ മാത്രം എടുക്കുക. അപ്പോൾ x is equal to 26 plus 40 divided by 22. അപ്പോൾ 26 plus 40 എന്ന് പറയുമ്പോൾ 66 by 22. അപ്പോൾ 3 ആണ് കിട്ടുന്നത്. എക്സിൻ്റെ വാല്യൂ 3. ഇനി ഒന്ന് x is equal to 26 minus 40 by 22 ആണ് വരിക. ഇത് നെഗറ്റീവ് സൈനാണ് വരിക. അപ്പോൾ അത് എടുക്കേണ്ട കാര്യമില്ല. 26 ഇവിടെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. മൈനസ് 14 by 22. മൈനസ് 14 by 22 എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് 7 by 11 വരും. അപ്പോൾ നമ്മുടെ വാല്യൂ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 ആണ്. നമ്മുടെ ഫ്രാക്ഷൻ എന്തായിരുന്നു? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/2x + 1 ആണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെ കിട്ടും? എക്സ് എത്രയാണ്? 3/2 ഇൻറ്റു 3 + 1. അപ്പോൾ 3/6 + 1 7. 3/7 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുക. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ഉള്ളത് മാത്രം എടുക്കുക. എന്നിട്ട് ഫ്രാക്ഷൻ ഫൈൻഡ് ദ ഫ്രാക്ഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയായിരുന്നു? x/2x + 1 ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3/7 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഈസ് 394. ഫൈൻഡ് ദം. അപ്പോൾ ഇവിടെ സ്ക്വയേഴ്സ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് 394. അപ്പോൾ നമ്മൾ ലെറ്റ് എക്സ് ബി ഓഡ് പോസിറ്റീവ് ഇൻഡിജർ എന്ന് കൊടുക്കുന്നു.
എക്സ് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ അതിൻ്റെ അടുത്ത ഇൻറ്റീജർ എന്തായിരിക്കും? ആദ്യത്തെ 1 നമ്മൾ 2 ആണ് ആഡ് ചെയ്ത് ഇത് പോവാ 1 3 5 ഇങ്ങനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ആദ്യത്തേത് എക്സ് ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് 394. അപ്പോൾ ആദ്യത്തെ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 അടുത്ത ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ അതിൻ്റെ സ്ക്വയർ. ഇതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് 394 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ഈക്വൽ ടു 394. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 മൈനസ് 394 ഈക്വൽ ടു 0. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 390 ഈക്വൽ ടു 0. ഇതിന് വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 195 ഈക്വൽ ടു 0. ഇതിനെ ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ ഫാക്ടറൈസ് ചെയ്യാണ് വേണ്ടത്. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. അതായത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പം നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് -195 ആണ് കിട്ടുന്നത്. സം എന്ന് പറയുന്നത് 2 കിട്ടണം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കും. ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ 5ൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ 15ഉം 13 രണ്ട് ഓഡ് നമ്പേഴ്സ് എടുത്ത് നോക്കാം. 15 × 13 എന്ന് പറയുന്നത് 4 5 195 ആണ് വരുന്നത്. 15 13 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 15x മൈനസ് 13x. അപ്പോൾ എന്തായി? 2x ആയി. മൈനസ് 195 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു എക്സ് പ്ലസ് 15. ഇവിടെ മൈനസ് 13 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു എക്സ് പ്ലസ് 15. കാരണം 15 × 13 ആണ് 195. അപ്പോൾ എക്സ് മൈനസ് 13ഉം എക്സ് പ്ലസ് 15ഉമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എക്സ് മൈനസ് 13 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 13. എക്സ് പ്ലസ് 15 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -15. അപ്പോൾ അത് നോക്കണ്ട, നമുക്ക് എക്സ് 13 ആണ് കിട്ടിയത്. ദെർഫോർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈക്വൽ ടു 13 എക്സും എക്സ് പ്ലസ് 2 13 പ്ലസ് 2 15. അപ്പോൾ 13ഉം 15ഉമാണ് നമ്പേഴ്സ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 16. ദ സം ഓഫ് ദിയർ റെസിപ്രോക്കൽസ് ഈസ് 1/3. ഫൈൻഡ് ദ നമ്പേഴ്സ്. അപ്പോൾ സം ഓഫ് 2 നമ്പേഴ്സ് ആണ് നമുക്കിവിടെ 16 തന്നിട്ടുള്ളത്. ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഇക്വേഷൻ ഫോം ചെയ്യാൻ ഒരു കണ്ടീഷൻ മാത്രം ആയതുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ദ സം ഓഫ് 2 നമ്പേഴ്സ് 16. അപ്പോൾ രണ്ട് നമ്പർ, ഫസ്റ്റ് നമ്പറും രണ്ട് നമ്പർ സെക്കൻഡ് നമ്പർ എന്താണെന്ന് നമുക്കറിയില്ല. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് എത്ര 16 തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ 16 മൈനസ് എക്സ് ആയിരിക്കും. അതെപ്പോഴും ഓർമ്മിക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 16 അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ട്. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 16 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് 16 മൈനസ് എക്സ്. എക്സും 16 മൈനസ് എക്സും ആണ്. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് ഇവിടെ രണ്ട് നമ്പേഴ്സ് എങ്ങനെയാണ്? ഒരു നമ്പർ എക്സും മറ്റൊരു നമ്പർ എന്ന് പറയുന്നത് 16 മൈനസ് എക്സ് ആണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സം ഓഫ് ദിയർ റെസിപ്രോക്കൽസ്. ഇതിൻ്റെ റെസിപ്രോക്കൽസ് എക്സിൻ്റെ റെസിപ്രോക്കൽ 1/x, ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/16 മൈനസ് എക്സ്. അതിൻ്റെ സം എന്ന് പറയുന്നത് 1/3 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് സം ഓഫ് ദിയർ റെസിപ്രോക്കൽസ്. ആ രണ്ട് നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മ് 1/3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടി എക്സ് ഇൻറ്റു 16 മൈനസ് എക്സ്. ഇവിടെ 16 മൈനസ് എക്സ്, എക്സ് ഇൻറ്റു 1 എക്സ്
ഈക്വൽ ടു 1/3. ഇവിടെ എക്സ് ക്യാൻസൽ ആയി പോകും. 16/x ഇൻറ്റു 16 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1/3 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 16 ഇൻറ്റു 3 ഈക്വൽ ടു എക്സ് ഇൻറ്റു 16 മൈനസ് എക്സ്. അപ്പോൾ 48 ഈക്വൽ ടു 16x മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ മൈനസ് 16x പ്ലസ് 48 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുക. ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് 48 ആണ് വരുന്നത്. ഇവിടെ നെഗറ്റീവ് ആണുള്ളത്. അതുകൊണ്ട് രണ്ട് നമ്പറും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവും വന്നതുകൊണ്ട് തന്നെ രണ്ട് നമ്പറും നമ്മൾ എടുക്കുന്ന സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന രണ്ട് നമ്പറും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 16 വരണം, 48ഉം വരണം. 12 ഇൻറ്റു 4, 12 ഇൻറ്റു 4 48 ആണ്. 12ഉം 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 12x മൈനസ് 4x. ഇപ്പോൾ രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പോസിറ്റീവ് സൈൻ വന്നു. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 12 മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 12 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 12ഉം എക്സ് മൈനസ് 12ഉം എക്സ് മൈനസ് 4ഉം ആണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സ് മൈനസ് 12 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 12, എക്സ് മൈനസ് 4 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4 ആവുമ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 12 ആണെങ്കിൽ അതേ തന്നെ വരും. ഇപ്പോൾ രണ്ട് നമ്പർ എടുക്കുമ്പോൾ ഫോർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 12ഉം ആണ് വരിക. അപ്പോൾ എക്സ് 12 ആണ് എടുത്തതെങ്കിലും ഇവിടെ 12, 16 മൈനസ് 12 4, 12 4 അല്ലെങ്കിൽ 4 12 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് നമ്പേഴ്സ് എന്താണെന്നുള്ളത് എടുത്തെഴുതുകയാണ് വേണ്ടത്. അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the difference of two numbers is 4 if the difference of their reciprocals is 4/21 find the numbers. അപ്പോൾ നമ്മൾ നേരത്തെ സം ആയിരുന്നു ചെയ്തത്. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് തന്നിട്ടുണ്ടായിരുന്നു 16. ഇവിടെ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് 4. അപ്പോൾ ഡിഫറൻസ് ആവുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ നമ്പേഴ്സ് ബി എങ്ങനെ എടുക്കണം? എക്സും ഇനി ഒന്ന് 4 + x ആയിരിക്കും. അപ്പോൾ ഡിഫറൻസ് ആണ് തന്നിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സ് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറിൻ്റെയും ഡിഫറൻസ് ആണ് 4. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ആഡ് ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സെക്കൻഡ് നമ്പർ അപ്പോൾ എന്തായാലും ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് 4 തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 4 + x ആയിരിക്കും. അപ്പോൾ അത് ഓർമ്മിക്കാം. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദിയർ റെസിപ്രോക്കൽസ്, അതിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4/21 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 4 + x, ഇവിടെ 4 + x മൈനസ് എക്സ് ഈക്വൽ ടു 4/21. ഇവിടെ x ക്യാൻസൽ ആയിപ്പോൾ 4/x ഇൻറ്റു 4 + x ഈക്വൽ ടു 4/21. ഇവിടെ നമുക്ക് 4ഉം ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ 1 ആണ് ഉണ്ടാവും, ഇവിടെയും 1. അപ്പോൾ 21 ഈക്വൽ ടു x ഇൻറ്റു 4 + x. 21 ഈക്വൽ ടു 4x + x സ്ക്വയർ. അപ്പോൾ x സ്ക്വയർ പ്ലസ് 4x മൈനസ് 21 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 7 3s are 21 ആണ്. 7ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 3x മൈനസ് 21 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 3ഉം എക്സ് പ്ലസ് 7ഉം ആണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 7 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് നമ്പർ എടുക്കുക. എക്സ് 3 ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4 + 3 7. therefore നമ്പേഴ്സ് 3 7. അതുപോലെ നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ
അതായത് എക്സിന് -7 ആണെങ്കിൽ -7ഉം അടുത്തത് -7 + 4 എന്ന് പറയുന്നത് -3. അപ്പോൾ രണ്ട് നമ്പറും മൈനസിൽ വരും. -3ഉം -7ഉം വരും. അപ്പോൾ രണ്ട് എഴുതുക. -3ഉം -7ഉം 3ഉം 7ഉം ആയിരിക്കും നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി എടുക്കാം. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഇത് 3 consecutive positive integers are such that the sum of the square of the first and the product of the other two is 46. Find the numbers. നമുക്ക് ഇവിടെ 3 consecutive positive integers ആണ്. അപ്പോൾ let the 3 consecutive positive integers be. നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ x+1, പിന്നെ അടുത്തത് x+2 ആയിരിക്കും. x+1 ആൻഡ് x+2 ആയിട്ട് നമ്മൾ എടുത്തു. അതിൽ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് അടുത്തത് ദ പ്രോഡക്റ്റ് ഓഫ് ദ അതർ ടു. ഈ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് x+1ഉം x+2 അടുത്ത രണ്ട് നമ്പേഴ്സ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ, അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ അടുത്ത രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 46 കിട്ടും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. x² + 2x + x + 2 = 46. അപ്പോൾ 2x² + 2x + x 3x ആയി. 3x + 2 - 46 = 0. അപ്പോൾ 2x² + 3x - 44 = 0. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ളത് പറയും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 44 88, പ്രോഡക്റ്റ് -88ഉം സമ്മ് 3ഉം ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് എടുത്താലാണ് വരിക? 88 കിട്ടണം. 8ഉം 11ഉം തന്നെ എടുത്തു നോക്കാം. 8ഉം 11ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 88. 11ന് 8 പോയി കഴിഞ്ഞാൽ 3. അപ്പോൾ 2x² + 11x - 8x - 44 = 0. അപ്പോൾ 2x നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. എക്സ് ഇതിൽ രണ്ടിലും നമുക്ക് x ആണ് കോമൺ ആയിട്ടുള്ളത്. 2x + 11. അതുപോലെ ഇതിൽ നമുക്ക് 4 ആണ്. -4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2x + 11 = 0. എപ്പോഴും ഇവിടെ ഒരേപോലെ കിട്ടണം. x - 4 2x + 11 x - 4 = 0. x = 4. അപ്പോൾ ഇത് 2x + 11 = 0. 2x = -11 x = -11/2. അപ്പോൾ x 4 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതെടുക്കണ്ട, ഇതെടുത്താൽ മതി. x = 4. അപ്പോൾ നമ്മളെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 + 1 5 അതായത് 4 + 2 6. അപ്പോൾ 4 5 6 ആയിരിക്കും. ലാസ്റ്റ് എടുത്ത് എഴുതണം നമ്പേഴ്സ് 4 5 6 എന്നുള്ളത് എടുത്തെഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.